സംസാരിച്ചതിന് എന്തൊക്കെയാണ് ഇവിടെ എഴുതിക്കൂട്ടിയത് എന്ന് ഞാൻ പറയുന്നു. ഇന്നലെ ഞാൻ പ്രധാനമന്ത്രിയുമായി സംസാരിച്ചിട്ടാണ് അങ്ങോട്ട് വരുന്നത്. ഇന്ത്യനിലെ പ്രധാനമന്ത്രിയാണ്. അത് ബിജെപിന്നോ അല്ലെങ്കിൽ മറ്റേ കോൺഗ്രസിന്നോ വേറെ ലീഗിന്നോ നോട്ടമില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി, അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ, അതുപോലെ മശായിഖ് ബോർഡ്, സൂഫി സംഘടന, ഞങ്ങളെല്ലാവരും കൂടി ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് മുസ്ലിമീങ്ങളുടെ കാര്യം പറയാൻ സമയം തരണം. അദ്ദേഹം സമയം തന്നു, 1.5 മണിക്കൂർ സമയം. ഞങ്ങൾ 40 ആളുകൾ പോയി, 40 പണ്ഡിതന്മാർ അവിടെ പോയി. 50 മിനിറ്റ് ഞങ്ങൾ സംസാരിച്ചു. ബാക്കിയുള്ള സമയം അദ്ദേഹം ഇങ്ങോട്ട് മറുപടി പറഞ്ഞു. ആ മറുപടി ഞങ്ങൾ പറഞ്ഞു. അവിടെയെല്ലാം ഞങ്ങൾ ഒരു പാർട്ടിക്ക് വേണ്ടി പറഞ്ഞതല്ല. ഞങ്ങൾ പറഞ്ഞു, ഈ രാജ്യത്തെ ന്യൂനപക്ഷത്തിന്റെ ആവശ്യങ്ങൾ പരിഗണിക്കണം. ഈ രാജ്യത്തെ പിന്നോക്ക സമുദായത്തിന്റെ ആവശ്യങ്ങൾ പരിഗണിക്കണം. മുസ്ലിംകൾക്ക് മുസ്ലിംകളുടേതായ ആശയങ്ങളും ആദർശങ്ങളും നിലനിർത്താൻ ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം നിലനിർത്തുക തന്നെ വേണം, അതെടുത്തു കളയരുത്. അതുപോലെ ഇന്ത്യ രാജ്യത്തിന്റെ ഹിസ്റ്ററി, ചരിത്രം, അത് മാറ്റി എഴുതാൻ പറ്റില്ല. അത് ആ ചരിത്രം അതേ നിലക്ക് തന്നെ നിൽക്കേണ്ടതാണ് എന്ന് തുടങ്ങി ഞങ്ങൾ എയർ ഇന്ത്യയുടെ ചൂഷണം അടക്കം പറയുകയുണ്ടായി. എയർ ഇന്ത്യ ചൂഷണം ചെയ്യുന്നത് യൂറോപ്യൻ നാട്ടിൽ പോകാൻ 45,000 രൂപ, ദുബായ് പോകാൻ 60,000 രൂപ, സൗദി പോകാൻ 80,000 രൂപ. ഇത് ഇവിടുത്തെ എയർ ഇന്ത്യ എടുക്കുന്ന ചൂഷണമാണ്. ആ ചൂഷണത്തെ സംബന്ധിച്ച് പ്രധാനമന്ത്രിയോട് പറഞ്ഞു. ഞാൻ പറയുന്നത്, നമ്മളിവിടെ ഭൗതികമായി ജീവിക്കുമ്പോൾ ഭൗതിക ലോകത്ത് നിയമത്തിന്റെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് ജീവിക്കണം. ആ നിയമം കയ്യിലെടുത്തുകൊണ്ട് ജീവിക്കാൻ പാടില്ല, പ്രവർത്തിക്കാൻ പാടില്ല. അതേസമയത്ത് ടെററിസ്റ്റാവാനോ ഭീകരവാദിയാവാനോ തീവ്രവാദിയാവാനോ ഒരിക്കലും പാടില്ല. അതൊന്നും ഇല്ലാത്ത വിധത്തിൽ സമാധാനത്തിലൂടെ സൗഹൃദത്തിലൂടെ ഏറ്റവും നല്ല ഒരു അന്തരീക്ഷം ഈ രാജ്യത്ത് ഉണ്ടാക്കിയെടുക്കാൻ ഇവിടുത്തെ മുസ്ലിംകളും മുസ്ലിംകളല്ലാത്തവരും ഒത്തുചേർന്നുകൊണ്ട് പ്രവർത്തിക്കണമെന്ന് കൂടി